കഴിഞ്ഞ 33 വർഷമായി ഡിസംബർ 1 ആചരിക്കുന്ന ആഗോള ആരോഗ്യ സംരക്ഷണ പരിപാടിയാണ് ലോക എയ്ഡ്സ് ദിനം. ഈ ദിവസം ലോകമെമ്പാടും നിരവധി സംഘടനകൾ രോഗബോധവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. വിവിധ സംഘടനകൾ ക്യാമ്പുകളും പ്രവർത്തനങ്ങളും നടത്തുന്നു. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ HIV എന്ന വൈറസുകളാണ് എയ്ഡ്സ് ഉണ്ടാക്കുന്നത്. രക്തദാനം, ശുക്ലം, മുലപ്പാൽ, ഗർഭസ്ഥ ശിശു എന്നിവയിലൂടെയാണ് HIV അണുബാധ ഉണ്ടാകുന്നത്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, അണുബാധയേറ്റ സിറിഞ്ചും സൂചിയും, മുലപ്പാൽ കൂടാതെ പ്രസവ സമയത്ത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എന്നീ വഴികളിലൂടെയാണ് HIV ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. എയ്ഡ്സ് രോഗാണുക്കൾ ശരീരത്തിലുള്ള എല്ലാവർക്കും ആദ്യമേ അല്ലെങ്കിൽ ഉടനെ രോഗലക്ഷണങ്ങൾ തുടങ്ങുകയില്ല. പനി, ക്ഷീണം, വരണ്ട ചുമ, ഭാരക്കുറവ്, കണ്ണിന് മൂക്കിന് ചുറ്റുമുള്ള പാടുകൾ, കാലക്രമേണ ഓർമ്മക്കുറവ്, ശരീരവേദന എന്നിവയാണ് ചില പ്രധാന ലക്ഷണങ്ങൾ. തൊണ്ടവേദന, വീർത്ത ഗ്രന്ഥി എന്നിവ അവഗണിക്കരുത്. ശരീരത്തിലെ ചുണങ്ങ്, അസ്ഥിവേദന, പേശിവേദന, തൊണ്ടയിലോ വായിലോ ജനനേന്ദ്രിയത്തിലോ ഉള്ള വ്രണങ്ങൾ HIV അണുബാധയുടെ ലക്ഷണങ്ങളാണ്. ആന്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ശക്തമായ പേശികൾക്കും പ്രതിരോധ ശേഷിക്കും ലീൻ പ്രോട്ടീൻ അനിവാര്യമാണ്. ആരോഗ്യകരമായ കൊഴുപ്പ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നന്നായി വെള്ളം കുടിക്കുക. രോഗാണുവാഹകരുമായുള്ള ലൈംഗിക ബന്ധം ഒഴിവാക്കുക. ഗർഭനിരോധ ഉറ അഥവാ കോണ്ടം ഉപയോഗിച്ച് സുരക്ഷിതമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. രോഗാണുബാധയുള്ളവർ രക്തം, ശുക്ലം, വൃക്ക എന്നിവ ദാനം ചെയ്യാതെ ഇരിക്കുക. വിശ്വസ്തമായ രക്തബാങ്കുകളിൽ നിന്ന് മാത്രം രക്തം സ്വീകരിക്കുക. രോഗാണുവാഹകരുമായി രോഗം പകരുന്ന രീതിയിൽ സമ്പർക്കമുണ്ടായാൽ എത്രയും വേഗം വൈദ്യസഹായം തേടുകയും പ്രതിരോധ മരുന്നുകൾ സ്വീകരിക്കുകയും ചെയ്യുക.